അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് സെക്ഷൻ 14 ആണ്. സെക്ഷൻ 12 നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു. സെക്ഷൻ 14 എന്ന് പറയുമ്പോൾ ഏതായിരുന്നു പറഞ്ഞേ? ഏതായിരുന്നു സെക്ഷൻ 14 എന്ന് പറയുമ്പോൾ? സെക്ഷൻ 14 ഏതാ? മറക്കരുത്, OIDAR സർവീസുകൾ. OIDAR സർവീസിന്റെ ഫുൾ ഫോം എന്താ? ഓൺലൈൻ ഇൻഫർമേഷൻ ഡാറ്റാബേസ് ആക്സസ് സർവീസുകൾ അല്ലെ? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹോട്ട്സ്റ്റാർ പറയാം, നെറ്റ്ഫ്ലിക്സ് പറയാം, അതുപോലെ തന്നെ സാവൻ മ്യൂസിക്, സ്പോട്ടിഫൈ, ഇതെല്ലാം എന്താണ്? OIDAR സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നവരാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ടാക്സബിലിറ്റി നമുക്ക് നോക്കാം. പ്ലേസ് ഓഫ് സപ്ലൈ എങ്ങനെയാണെന്ന് നോക്കാം. ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ ഇന്ത്യ ആണ്. റെസിപ്പിയന്റ് ഓഫ് സർവീസ് ഇന്ത്യ ആണ്. സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന OIDAR സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സപ്ലയറും ഇന്ത്യയിലാണ്. അത് റിസീവ് ചെയ്യുന്ന റെസിപ്പിയന്റും ഇന്ത്യയിലാണെങ്കിൽ തീർച്ചയായിട്ടും ടാക്സബിലിറ്റി ഉണ്ടാവും. ഫോർവേഡ് ചാർജിലാണ് ടാക്സബിലിറ്റി വരിക, അതായത് സപ്ലയർ ആണ് GST പേ ചെയ്യേണ്ടതായിട്ട് വരിക. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കി നമ്മൾ. ഹോട്ട്സ്റ്റാർ ഇന്ത്യയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അവര് ഇന്ത്യൻ യൂസേഴ്സിന് എന്ത് ചെയ്യുന്നു? മൂവീസ് വാച്ച് ചെയ്യാനുള്ള സബ്സ്ക്രിപ്ഷൻ അലോ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ യൂസേഴ്സ് ആണ് GST ആർക്ക് കൊടുക്കേണ്ടത്? OIDAR സർവീസുകാർക്ക് കൊടുക്കേണ്ടത്. അവരാണ് തിരിച്ച് ആർക്ക് പേ ചെയ്യേണ്ടത്? ഗവൺമെന്റിന് പേ ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അനന്തു ആൻസർ പറഞ്ഞപ്പോ ഇന്ത്യൻ യൂസേഴ്സ് എന്ന് പറഞ്ഞത് ഇതിവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നോണ്ടായിരിക്കും. പക്ഷെ അങ്ങനെയല്ല. GST നമ്മൾ ആർക്കടയ്ക്കുന്നു? സർവീസ് പ്രൊവൈഡറിന് അടയ്ക്കുന്നു. അയാൾ എന്ത് ചെയ്യും? ഗവൺമെന്റിലേക്ക് പേ ചെയ്യും കേട്ടോ. ഓക്കെ, അടുത്ത കേസ് എന്തായിരുന്നു? ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ, അതായത് OIDAR സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഔട്ട്സൈഡ് ഇന്ത്യയിലാണ്. അത് റിസീവ് ചെയ്യുന്ന റെസിപ്പിയന്റ് ഇന്ത്യയിൽ രജിസ്റ്റേർഡ് ആണ്. രജിസ്റ്റേർഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ടാക്സബിലിറ്റി ഉണ്ടാവും. റിവേഴ്സ് ചാർജ് ആപ്ലിക്കബിൾ ആവും. നമ്മളായിരിക്കും, റെസിപ്പിയന്റ് ആയിരിക്കും GST പേ ചെയ്യേണ്ടതായിട്ട് വരിക. ഒരു എക്സാമ്പിൾ നമ്മൾ കണ്ടു. ഒരു ഇന്ത്യൻ കമ്പനി, അതായത് ഇന്ത്യയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ കമ്പനി US ബ്ലൂ ഹോസ്റ്റിനോട് പറയുകയാണ് ഒരു വെബ് ഹോസ്റ്റിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്തു തരാൻ. അപ്പൊ ഇവിടെ ആരാണ് GST പേ ചെയ്യേണ്ടത്? ഇവിടെ റെസിപ്പിയന്റ് ആരാ? ഇന്ത്യയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആ ഒരു വ്യക്തിയാണ്, ആ ഒരു ഇന്ത്യൻ കമ്പനിയാണ് അല്ലെ. സോ അയാളായിരിക്കും GST പേ ചെയ്യേണ്ടതായിട്ട് വരിക അണ്ടർ റിവേഴ്സ് ചാർജ് മെക്കാനിസം. അടുത്ത കേസ് എന്തായിരുന്നു? OIDAR സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നവര് ഔട്ട്സൈഡ് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ റിസീവ് ചെയ്യുന്നു. പക്ഷെ അയാള് അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. തീർച്ചയായിട്ടും ടാക്സബിലിറ്റി വരും. ഫോർവേഡ് ചാർജ് ആണ് ആപ്ലിക്കബിൾ. GST പേയബിൾ ബൈ ദി സർവീസ് പ്രൊവൈഡർ. ഇവിടെ GST അടയ്ക്കേണ്ടത് ആരായിരിക്കും? സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവരായിരിക്കും. സപ്ലയർ ആയിരിക്കണം GST പേ ചെയ്യേണ്ടത്. അതായത് എക്സാമ്പിൾ നോക്കി. ഇന്ത്യയിലുള്ള ഒരു സ്റ്റുഡന്റ് US നെറ്റ്ഫ്ലിക്സിൽ എന്ത് ചെയ്യാണ്? രജിസ്ട്രേഷൻ എടുക്കുകയാണ്. ഇന്ത്യയിലുള്ള സ്റ്റുഡന്റ് നെറ്റ്ഫ്ലിക്സ് US എന്ത് ചെയ്യാണ്? സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണ്. എന്തിനാ? ഫോർ വാച്ചിങ് മൂവീസ്. അങ്ങനെ വരുമ്പോ ഇന്ത്യയിലുള്ള സ്റ്റുഡന്റ് ആണ് എടുക്കുന്നത്. അയാളാണ് GST പേ ചെയ്യുന്നത്. എവിടത്തേക്ക്? US നെറ്റ്ഫ്ലിക്സിന്. ഓക്കെ, അങ്ങനെ വരുമ്പോ നെറ്റ്ഫ്ലിക്സ് എന്ത് ചെയ്യേണ്ടി വരും? IGST പേ ചെയ്യേണ്ടതായിട്ട് വരും. IGST പേ ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ OIDAR സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവർ ഇന്ത്യയില് റെസിപ്പിയന്റ് ഔട്ട്സൈഡ് ഇന്ത്യയിലാണ്. സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവർ ഇന്ത്യയിലും OIDAR സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവർ ഇന്ത്യയിലും ഔട്ട്സൈഡ് ഇന്ത്യയിലാണ് ഇതിന്റെ റെസിപ്പിയന്റ്. സോ എക്സ്പോർട്ട് ഓഫ് സർവീസ് ആണ്. അവിടെ ടാക്സബിലിറ്റി ഇല്ല. റിവേഴ്സ് ചാർജോ ഫോർവേഡ് ചാർജോ ആപ്ലിക്കബിൾ ആവില്ല. അതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. ഹോട്ട്സ്റ്റാർ അലോസ് ഫോറിനേഴ്സ് ടു രജിസ്റ്റർ ആൻഡ് വാച്ച് മൂവീസ്. ഇന്ത്യയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഹോട്ട്സ്റ്റാർ ഫോറിനേഴ്സിന് മൂവി കാണാനുള്ള സബ്സ്ക്രിപ്ഷൻ കൊടുക്കുകയാണ്. GST ആപ്ലിക്കബിൾ അല്ല, കാരണം എക്സ്പോർട്ട് ഓഫ് സർവീസ് ആണ്. ഓക്കെ, ദെൻ രണ്ട് ഔട്ട്സൈഡ് ഇന്ത്യയിൽ OIDAR സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവരും അതിന്റെ റെസിപ്പിയന്റും ഔട്ട്സൈഡ് ഇന്ത്യയിലാണ്. അങ്ങനെ വരുമ്പോഴും GST ഇല്ല. രണ്ടും ഔട്ട്സൈഡ് ഇന്ത്യയിലാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ GSTയിലെ പർവ്യൂവിൽ വരുന്നില്ല. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. US നെറ്റ്ഫ്ലിക്സ് അവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ മൂവി സ്ട്രീമിംഗ് സബ്സ്ക്രിപ്ഷൻ കൊടുക്കുന്നു. നമ്മുടെ ഇന്ത്യൻ GSTയിൽ അത് കവേർഡ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ടാക്സബിലിറ്റി ഇല്ല. സെക്ഷൻ 14 ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ നമുക്ക് 13ലേക്ക് പോകാം. പോകാമല്ലോ. ഓക്കെ, ശരി.
സെക്ഷൻ 13 നോക്കിയോ. സെക്ഷൻ 13. Place of supply of service where location of supplier or location of recipient is outside India. ഇവിടെ സപ്ലയറിന്റെ ലൊക്കേഷനോ അല്ലെങ്കിൽ റെസിപ്പിയന്റിന്റെ ലൊക്കേഷനോ ഔട്ട്സൈഡ് ഇന്ത്യയിലായിരിക്കും. അങ്ങനെ വരുമ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കി. ഇവിടെ നമുക്ക് സെക്ഷൻ 13 ആണ്. സെക്ഷൻ 13 സബ്സെക്ഷൻ 2 എന്താ പറഞ്ഞേക്കുന്നത്? എല്ലാ തരം സർവീസുകളും എക്സെപ്റ്റ് 13, അതായത് ഇവിടം മുതൽ താഴേക്കുള്ളത് ഒഴികെയുള്ള എല്ലാ സർവീസുകളും, അല്ലെങ്കിൽ അതിന്റെ പ്ലേസ് ഓഫ് സപ്ലൈ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയന്റ് ഓഫ് സർവീസ്. റെസിപ്പിയന്റിന്റെ ലൊക്കേഷൻ എവിടെയാണോ, സർവീസ് അവൈൽ ചെയ്യുന്ന റെസിപ്പിയന്റിന്റെ ലൊക്കേഷൻ എവിടെയാണോ അതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. ഇനി ലൊക്കേഷൻ അവൈലബിൾ അല്ല, റെസിപ്പിയന്റിന്റെ ലൊക്കേഷൻ അവൈലബിൾ അല്ലെങ്കിലോ സപ്ലയറിന്റെ ലൊക്കേഷൻ ഏതാണോ അതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. പറഞ്ഞ മനസ്സിലായോ? 13 സബ്സെക്ഷൻ 3 മുതലുള്ള അല്ല, അവിടെ വേറെ സർവീസുകൾ പറയുന്നുണ്ട്. അതല്ലാതെയുള്ള 13 സബ്സെക്ഷൻ 3 മുതൽ 13 സബ്സെക്ഷൻ 13 വരെയുള്ള സർവീസുകൾ അല്ലാതെയുള്ള എല്ലാ സർവീസുകളുടെയും പ്ലേസ് ഓഫ് സപ്ലൈ കണ്ടുപിടിക്കുന്നത് ഈ രീതിയിലാണ്. ഒന്നെങ്കിൽ റെസിപ്പിയന്റിന്റെ ലൊക്കേഷൻ അവൈലബിൾ ആണെങ്കിൽ ആ ലൊക്കേഷൻ, അവൈലബിൾ അല്ലെങ്കിൽ സപ്ലയറിന്റെ ലൊക്കേഷൻ. ഓക്കെ, ദെൻ എന്താ ഇനി സ്പെഷ്യൽ സർവീസുകൾ എന്നുള്ളത് നോക്കാം. സെക്ഷൻ 13 സബ്സെക്ഷൻ 3 ക്ലോസ് എ. Supply of service with respect to the goods that are required to be made physically available. ഇപ്പൊ എന്റെ കുറച്ച് ഗുഡ്സ് ഞാൻ തമിഴ്നാട്ടിലേക്ക് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. എന്റെ ഒരു മിഷനറി ഞാൻ തമിഴ്നാട്ടിലേക്ക് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇത് റിപ്പയർ ചെയ്യാൻ അതെനിക്ക് ഫിസിക്കലി അവൈലബിൾ ആണോ? തമിഴ്നാട്ടിലേക്ക് ഞാനത് എത്തിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അങ്ങനെ വരുമ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈ, സോ അവിടെ വെച്ചാണ് അതിന്റെ റിപ്പയറിംഗ് നടക്കുന്നത് അല്ലെ, തമിഴ്നാട്ടിൽ വെച്ചാണ് അതിന്റെ റിപ്പയറിംഗ് നടക്കുന്നത്. സോ ലൊക്കേഷൻ വേർ ദ ഗുഡ്സ് ആർ ഫിസിക്കലി പ്രസന്റ്, എവിടെയാണോ ആ ഒരു റിപ്പയറിംഗ് പ്രൊസീജിയർ നടക്കുന്നത്, ഫിസിക്കലി അത് പ്രസന്റ് ആയിട്ടുള്ളത്, ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ഗുഡ്സ് ഫിസിക്കലി പ്രസന്റ് ആയിട്ടുള്ളത് എവിടെയാണോ ആ ലൊക്കേഷൻ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരമാണെങ്കിൽ തമിഴ്നാട്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അതിന്റെയൊക്കെ എക്സാമ്പിളും ചെയ്യാം കേട്ടോ. ദെൻ സെക്ഷൻ 13 സബ്സെക്ഷൻ 3 ക്ലോസ് ബി. Supply of service which require physical presence of recipient or agent of recipient with supplier of service. സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ റെസിപ്പിയന്റിന്റെ പ്രസൻസ് ആവശ്യമാണ്, അല്ലെങ്കിൽ ഏജന്റിന്റെ പ്രസൻസ്, അല്ലെങ്കിൽ റെസിപ്പിയന്റിന്റെ ഏജന്റിന്റെ പ്രസൻസ് ആവശ്യമാണെന്ന് വിചാരിക്കുക. ഒരു ഗുഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിന്റെ ഒരു അതിന് മേലിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ റെസിപ്പിയന്റിന്റെ ആ ഒരു റെസിപ്പിയന്റ് അല്ലെങ്കിൽ റെസിപ്പിയന്റ് ഏർപ്പാട് ചെയ്യുന്ന ഏജന്റിന്റെ പ്രസൻസ് ആവശ്യമാണ് എങ്കിൽ എവിടെ വെച്ചാണോ ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആ പ്ലേസ് ആണ്, ആ ലൊക്കേഷൻ ആണ് പ്ലേസ് ഓഫ് സപ്ലൈ. ആ ലൊക്കേഷൻ ആണ് പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഒരു ഗുഡ്സിന്മേൽ അല്ലെങ്കിൽ ഒരു ഗുഡ്സിന്മേൽ ചില സർവീസുകൾ പ്രൊവൈഡ് ചെയ്യണം. ആ സർവീസ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ റിയൽ ഓണർ ആയിട്ടുള്ള റെസിപ്പിയന്റിന്റെ അല്ലെങ്കിൽ ഏജന്റിന്റെ, റെസിപ്പിയന്റ് ഏർപ്പെടുത്തുന്ന ഏജന്റിന്റെ പ്രസൻസ് കമ്പൾസറി ആണ് എന്നുണ്ടെങ്കിൽ അവിടെ പ്ലേസ് ഓഫ് സപ്ലൈ എങ്ങനെ കണ്ടുപിടിക്കാം? ആ സർവീസ് എവിടെയാണോ ഫിസിക്കലി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ആ ലൊക്കേഷൻ. ഓക്കെ, ദെൻ സിമ്പിൾ കാര്യങ്ങളാണ്. സെക്ഷൻ 13 സബ്സെക്ഷൻ 4 എന്താ? സപ്ലൈ ഓഫ് സർവീസ് വിച്ച് ഡയറക്ട്ലി റിലേറ്റഡ് ടു വിത്ത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. അത് നമ്മൾ പഠിച്ചതുപോലെ തന്നെ മുമ്പ് പഠിച്ചതാണ്, 12ൽ പഠിച്ചതാണ്. ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിന്മേൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പ്ലേസ് ഓഫ് സപ്ലൈ എവിടെ? ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എവിടെയാണോ ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അവിടെ. ഇനി സെക്ഷൻ 13 സബ്സെക്ഷൻ 5 സപ്ലൈ ഓഫ് സർവീസ് ബൈ വേ ഓഫ് അഡ്മിഷൻ ടു സർട്ടൺ ഇവന്റ്സ്. സർട്ടൺ ഇവന്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന് അഡ്മിഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ടിക്കറ്റ് വെച്ച് ഒരു ഇവന്റിന് ആളെ കയറ്റുന്നു. സർക്കസ് ആയിക്കോട്ടെ, ഒരു അമ്യൂസ്മെന്റ് പാർക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പുഷ്പമേള, ഫെസ്റ്റുകള് ആയിക്കോട്ടെ, ഇതിന്റെയൊക്കെ സപ്ലൈ ഓഫ് സർവീസ് ഏതാ? അത് എവിടെയാണോ ഹെൽഡ് ചെയ്യപ്പെടുന്നത്, ആ ഇവന്റ് എവിടെയാണോ നടക്കുന്നത്, അല്ലെങ്കിൽ ആ അമ്യൂസ്മെന്റ് പാർക്ക് എവിടെയാണോ ഉള്ളത് ആ ലൊക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ള. Then 13(6) section 13 subsection 6 supply of service as referred in section 13(3) to 13(5). നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച 13(3) മുതൽ 13(5) വരെയുള്ള സർവീസുകൾ ഇത് മോർ ദാൻ വൺ ലൊക്കേഷനിൽ കൊടുക്കുകയാണെങ്കിൽ, ഇൻക്ലൂഡിംഗ് എ ടാക്സബിൾ ടെറിട്ടറി. മോർ ദാൻ വൺ ലൊക്കേഷനിൽ കൊടുക്കുമ്പോൾ ഒരു ടാക്സബിൾ ടെറിട്ടറിയും അതിൽ ഇൻക്ലൂഡ് ആവുമെന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ ആ ടാക്സബിൾ ടെറിട്ടറിയുടെ ലൊക്കേഷൻ ഏതാണോ അതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച 13(3) മുതൽ 13(5) വരെയുള്ള സർവീസുകൾ മോർ ദാൻ വൺ ലൊക്കേഷൻ, ഒന്നിൽ കൂടുതൽ ലൊക്കേഷനിലേക്ക് കൊടുക്കുകയാണ്. ഇൻക്ലൂഡ്സ് എ ലൊക്കേഷൻ ഇൻ ദ ടാക്സബിൾ ടെറിട്ടറി. ടാക്സബിൾ ടെറിട്ടറിയിലുള്ള ലൊക്കേഷനും
ഈ ലൊക്കേഷനിൽ ഉൾപ്പെടുന്നു, മോർ ദാൻ വൺ ലൊക്കേഷനിൽ ഉൾപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ ടാക്സബിൾ ടെറിട്ടറിയിലുള്ള ലൊക്കേഷൻ ഏതാണോ അതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ, ടാക്സബിൾ ടെറിട്ടറിയിലുള്ള ലൊക്കേഷൻ ഏതാണോ അതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. Then 13.7 supply of service as referred in section 13.3 to 13.5. 13.3 to 13.5 തന്നെയാണ് പറയുന്നത്. are supplied in താഴെ പോയത് more than one state or union territory. ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ യൂണിയൻ ടെറിട്ടറിയിലേക്ക് പോവാണ്, ഔട്ട്സൈഡ് സ്റ്റേറ്റിലേക്ക് പോവാണ്, ഇന്റർ സ്റ്റേറ്റിലേക്ക് പോവാണ്. അങ്ങനെ വരുമ്പോഴോ the location in that state or union territory, ആ യൂണിയൻ ടെറിട്ടറിയിലോ അല്ലെങ്കിൽ ആ സ്റ്റേറ്റിലോ ഉള്ള എവിടെയാണോ ആ ലൊക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ആ ലൊക്കേഷൻ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. ആ സ്റ്റേറ്റിലുള്ള പർട്ടിക്കുലർ ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലൊക്കേഷൻ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ, പിന്നെ ഉണ്ടോ? ഓക്കെ, then 13 subsection 8 നോക്കി. സപ്ലൈ ഓഫ് സർവീസ് ബൈ ബാങ്കിങ് കമ്പനി, NBFC, ഇന്റർമീഡിയറീസ്, ഹയറിംഗ് ഓഫ് യാച്ച് ഫോർ വൺ. ഓക്കെ, ബാങ്കിങ് കമ്പനിയുടെ സർവീസുകൾ ഒന്നുമില്ല, ആ സർവീസ് പ്രൊവൈഡറിന്റെ, ആ ബാങ്ക് എവിടെയാണോ ഉള്ളത്, ആ NBFC എവിടെയാണോ ഉള്ളത്, അല്ലെങ്കിൽ ആ ഇന്റർമീഡിയറീസ് എവിടെയാണോ ഉള്ളത്, അവരുടെ ലൊക്കേഷൻ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. ദെൻ സപ്ലൈ ഓഫ് സർവീസ് ബൈ വേ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് അതർ ദാൻ കൊറിയർ ആൻഡ് മെയിൽ. കണ്ടോ, അതർ ദാൻ കൊറിയർ ആൻഡ് മെയിൽ, ഇൻക്ലൂഡിംഗ് കൊറിയർ ആൻഡ് മെയിൽ നമ്മൾ പഠിച്ചതാണ്. സപ്ലൈ ഓഫ് എവിടെയാണ്? സെക്ഷൻ 12 പഠിച്ചതാണ്. അതർ ദാൻ കൊറിയർ ആൻഡ് മെയിൽ പറയുന്നു. അവിടെ വരുമ്പോൾ ഗുഡ്സിന്റെ ഡെസ്റ്റിനേഷൻ എവിടെയാണോ, ഇത് എങ്ങോട്ടേക്കാണോ ഈ ഗുഡ്സ് കൊണ്ടുപോകുന്നത്, ആ ഒരു ഡെസ്റ്റിനേഷൻ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. സപ്ലൈ ഓഫ് പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ സർവീസ്, ലൊക്കേഷൻ വെയർ പാസഞ്ചർ എംബാർക്ക്, എവിടെ നിന്നാണോ ഈ പാസഞ്ചർ ആ ഒരു ജേർണിക്ക് വേണ്ടിയിട്ട് കയറുന്നത് ആ ലൊക്കേഷൻ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. ഇതെല്ലാം തനി പ്രത്യേകമായിട്ട് പഠിക്കേണ്ടതാണ്. 12ഉം 13ഉം ഒക്കെ പ്രത്യേകമായിട്ട് പഠിക്കേണ്ടതാണ്. കുറച്ചേറെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സപ്ലൈ ഓഫ് സർവീസുകൾ 13 വലിയ ഊന്നൽ കൊടുക്കണ്ട, നിങ്ങൾ 12 നന്നായിട്ട് പഠിച്ചാൽ മതി. 12ഉം 14ഉം നന്നായിട്ട് പഠിച്ചാൽ മതി. 13 വലിയ ഊന്നൽ കൊടുക്കണ്ട. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ PDF നിങ്ങൾ പ്രിന്റ് എടുത്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ദെൻ സപ്ലൈ ഓഫ് സർവീസ് ഓൺ ബോർഡ് എ കൺവെയൻസ്. സപ്ലൈ ഓഫ് സർവീസ് ഓൺ എ board conveyance, location from where the conveyance started its journey. എവിടെ നിന്നാണോ ഈ ജേർണി, അതായത് നമ്മൾ പഠിച്ചിട്ടില്ലേ, ഗുഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റംസ് ജേർണിക്കിടയിൽ സപ്ലൈ ചെയ്യുന്നു, എവിടെ നിന്നാണോ അത് കയറ്റുന്നത് അതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. ഇത് 14 ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. സെക്ഷൻ 14 ആണ്, ഓൾറെഡി പറഞ്ഞതാണ്. ഇത്രേ ഉള്ളൂ 30. നമുക്ക് ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് കൂടെ ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവും. നോക്കും, നിങ്ങൾ പറയാൻ ശ്രമിച്ചു നോക്കുക. ഞാൻ ഓരോ സെക്ഷനും, ഓരോ എക്സാമ്പിളിലെ സെക്ഷൻ ഏതാണ് ആപ്ലിക്കബിൾ എന്ന് ഇവിടെ മുകളിൽ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. നോക്കിയോ, എ സെൻഡ്സ് ദ ഗുഡ്സ് ടു ബി ഫോർ റിപ്പയറിംഗ് ദ സെഡ് ഗുഡ്സ്. എ കുറച്ച് ഗുഡ്സ് ബിക്ക് അയച്ചു കൊടുക്കുകയാണ്. എന്തിനാ? റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. റിപ്പയർ ചെയ്തതിനു ശേഷം ദ ഗുഡ്സ് ആർ അഗെയിൻ ഹാൻഡഡ് ഓവർ ടു എ ബൈ ബി ആഫ്റ്റർ റിപ്പയറിംഗ്. റിപ്പയറിന് ശേഷം ബി എന്ത് ചെയ്തു? ആ ഗുഡ്സ് എക്ക് തിരിച്ചയച്ചു. അങ്ങനെ വരുമ്പോൾ ഈ പ്ലേസ് ഓഫ് സപ്ലൈ എവിടെ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എവിടെയാണോ ആ റിപ്പയറിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആ സ്ഥലം. അതല്ലേ? ശരിയല്ലേ? ആണോ? ഡൗട്ട്സ് ഉണ്ടോ? ബിയുടെ അത് തന്നെ, വെരി ഗുഡ്. ബിയുടെ സ്ഥലം എവിടെയാണോ, റിപ്പയർ ചെയ്യുന്ന ആളുടെ സ്ഥലം എവിടെയാണോ ആ ലൊക്കേഷൻ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ, ഇത് 13.5 വരുന്നതാണ്. 13.5 ആപ്ലിക്കബിൾ ആകുന്ന ചോദ്യമാണ്. എ കംസ് ഫ്രം USA ആൻഡ് അറ്റൻഡ്സ് എ കോൺഫറൻസ് അറ്റ് മുംബൈ. എ USA-യിൽ നിന്ന് വരുന്ന ആളാണ്. വരികയാണ്. എന്തിനാ വരുന്നേ? മുംബൈയിൽ ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ആ ഇവന്റ് എവിടെയാണോ നടക്കുന്നത് ആ സ്ഥലം, പ്ലേസ് ഓഫ് സപ്ലൈ വിൽ ബി മുംബൈ, വുഡ് ബി മുംബൈ. ആ ഇവന്റ് എവിടെയാണോ നടത്തപ്പെടുന്നത് ആ സ്ഥലം. ക്ലിയർ? അടുത്തത് സെക്ഷൻ 13 സബ്സെക്ഷൻ 8 വരുന്ന പ്രോബ്ലം ആണ്. സെക്ഷൻ 13 സബ്സെക്ഷൻ 8 ആപ്ലിക്കബിൾ ആവുന്ന പ്രോബ്ലം ആണ്. എ ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ ഗീവ്സ് ഇന്റർമീഡിയറി സർവീസസ് ടു ബി. ഞാൻ പറഞ്ഞു, ബാങ്കിങ്ങോ അല്ലെങ്കിൽ ബാങ്കോ ഇന്റർമീഡിയറീസോ അല്ലെങ്കിൽ NBFCസോ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവരുടെ സർവീസ് പ്രൊവൈഡറിന്റെ ലൊക്കേഷൻ എവിടെയാണോ അതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ? സോ എ ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ ഗീവ്സ് ഇന്റർമീഡിയറി സർവീസസ് ടു ബി ലൊക്കേറ്റഡ് ഇൻ USA.
ഇന്ത്യയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള എ എന്ന് പറയുന്ന ഇന്റർമീഡിയറി സർവീസുകാരെ സർവീസ് പ്രൊവൈഡ് ചെയ്യാണ് യു എസ് എയിലുള്ള ബിക്ക്. ഏതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? പറഞ്ഞേ, പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? സർവീസ് പ്രൊവൈഡറിന്റെ ലൊക്കേഷൻ ഏതാണോ, ആ ബാങ്കിന്റെ ലൊക്കേഷൻ ഏതാണോ, ആ ഇന്റർമീഡിയറിന്റെ ലൊക്കേഷൻ ഏതാണോ, അതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. ഏതാ? പറഞ്ഞാട്ടെ, വേഗം പറയും. ഏതായിരിക്കും ലൊക്കേഷൻ? ലൊക്കേഷൻ ഓഫ്, വേഗം പറഞ്ഞു. വരുന്നില്ല, ആൻസർ വരുന്നില്ല, വേഗം വരട്ടെ. എയുടെ ലൊക്കേഷൻ. അനന്തു, അനഘ ലൈനിലുണ്ടോ? ആൻസർ പറട്ടെ, എ ആണോ? ഓക്കെ. Then A sends some goods through section 13 subsection 9 applicable ആവുന്ന ചോദ്യമാണ്. A sends some goods through transport from India to USA. A കുറച്ച് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാണ്. ഇന്ത്യയിൽ നിന്നും യു എസ് എയിലേക്ക്. എ കുറച്ച് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാണ്. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആണ്. സെക്ഷൻ 13(9) ആപ്ലിക്കബിൾ ആണ്. പ്ലേസസ് ഓഫ് സപ്ലൈ വുഡ് ബി USA. ഡെസ്റ്റിനേഷൻ ഓഫ് ഗുഡ്സ് നമ്മൾ പഠിച്ചല്ലേ, ഗുഡ്സിന്റെ ഡെസ്റ്റിനേഷൻ എവിടെയാണോ അതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. സോ പ്ലേസ് ഓഫ് സപ്ലൈ വുഡ് ബി USA. ഗുഡ്സ് എങ്ങോട്ടേക്കാ പോകുന്നത്, അതിന്റെ ഡെസ്റ്റിനേഷൻ എവിടെയാ? USA. സോ അത് സെക്ഷൻ 13 സെക്ഷൻ 10. എ റെസിഡന്റ് ഓഫ് USA goes to UK from India. USA റെസിഡന്റ് ആയിട്ടുള്ള ഒരാള് ഇന്ത്യയിൽ നിന്ന് UK യിലേക്ക് പോവാണ്. USA റെസിഡന്റ് ആയിട്ടുള്ള ഒരാള്, ഒരു പേഴ്സൺ ഇന്ത്യയിൽ നിന്ന് UK യിലേക്ക് പോവാണ്. ഹി എംബാർക്സ് ഫ്രം ഇന്ത്യ. അയാള് ഇന്ത്യയിൽ നിന്നാണ് ആ ഫ്ലൈറ്റിൽ കയറുന്നത്. സോ പ്ലേസ് ഓഫ് സപ്ലൈ വുഡ് ബി ഇന്ത്യ. എംബാർക്ക്, എവിടെ നിന്നാണോ കയറുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ നിന്നാണോ യാത്രയ്ക്ക് അയാൾ കയറുന്നത് ആ സ്ഥലമായിരിക്കും എംബാർക്സ്. ആ സ്ഥലമായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. എവിടെ നിന്നാണോ കയറുന്നത് ആ സ്ഥലമായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. സോ ഇന്ത്യ. ക്ലിയർ അല്ലേ? ഇത്രയും എക്സാമ്പിൾസ്. ഔട്ട്സൈഡ് ഇന്ത്യൻ ആണെങ്കിലും 33 ഓക്കെ നോക്കട്ടെ. 33 ആണോ സംശയമുള്ളത്? എ സെൻഡ് സം ഗുഡ്സ് ത്രൂ ട്രാൻസ്പോർട്ട് ഫ്രം ഇന്ത്യ ടു USA. ഇന്ത്യയിൽ നിന്ന് കുറച്ച് ഗുഡ്സ് US ട്രാൻസ്പോർട്ട് ചെയ്യാണ്. അതായത് റെസിപ്പിയന്റ് ഔട്ട്സൈഡ് ഇന്ത്യയിലാണ്. സോ പ്ലേസ് ഓഫ് സപ്ലൈ വുഡ് ബി ഡെസ്റ്റിനേഷൻ ഓഫ് ഗുഡ്സ്. എന്താണ് സംശയം അവിടെ? ഔട്ട്സൈഡ് ഇന്ത്യൻ ആണെങ്കിലും, എന്ത് ഔട്ട്സൈഡ് ഇന്ത്യൻ ആണെങ്കിലും ക്ലിയർ ആയില്ല. അത് ആദർശ്, റെസിപ്പിയന്റ് ഔട്ട്സൈഡ് ഇന്ത്യ ആണല്ലോ. USA പ്ലേസ് ഓഫ് സപ്ലൈ ഔട്ട്സൈഡ് ഇന്ത്യ ആണ്. ഇത് ലൊക്കേഷൻ ഓഫ് ദി സപ്ലയറോ ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയന്റോ ഔട്ട്സൈഡ് ഇന്ത്യ ആകുന്ന സിറ്റുവേഷൻ ആണ് സെക്ഷൻ 13 പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ ഇന്ത്യയും ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയന്റ് എവിടെയുമാണ്? USA. അങ്ങനെ വരുമ്പോൾ ഡെസ്റ്റിനേഷൻ ഓഫ് ദി ഗുഡ്സ് ആണ് പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ. തേർട്ടി ഫൈവ് വേണ്ട കേട്ടോ, ഇത് വിട്ടേരെ. 36 നോക്കി. 36. If Mr. A of New York is constructing a house in New York and appoints Mr. B of Delhi to provide architectural service with regard proposed construction of house located in New York, then the place of supply.
നമ്മുടെ ന്യൂയോർക്കിലുള്ള മിസ്റ്റർ എ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യുകയാണ്. എവിടെയാ കൺസ്ട്രക്ട് ചെയ്യുന്നത്? ന്യൂയോർക്കിൽ. അതിനു വേണ്ടിയിട്ട് നമ്മുടെ മിസ്റ്റർ ബി എ, ഡൽഹിയിലുള്ള മിസ്റ്റർ ബി എ ആണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ആർക്കിടെക്ചറൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ. ഇവിടെ പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എവിടെയാണോ ആർക്കിടെക്ചറൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ ഏതാണോ അതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. ഏതാണ്? പറ, ഏതാണ്? സെക്ഷൻ 13 ന്യൂയോർക്ക്. ന്യൂയോർക്കിലല്ലേ ആ വീട് പണിയുന്നത്. സോ അതുകൊണ്ട് ന്യൂയോർക്കാണ് പ്ലേസ് ഓഫ് സപ്ലൈ. 13 സബ്സെക്ഷൻ 4 ആപ്ലിക്കബിൾ ആവുന്ന ചോദ്യമാണ്. എക്സാമ്പിൾ 37 നോക്കിയേ. If company X in India pays for conference to be attended by its CEO held in London. സെക്ഷൻ 13 സബ്സെക്ഷൻ 5 ആപ്ലിക്കബിൾ ആവുന്ന ചോദ്യമാണ്. നമ്മുടെ കമ്പനി എക്സ് എന്ന് പറയുന്ന ഇന്ത്യയുള്ള കമ്പനിയാണ്. അവരെന്തോ ഒരു പേയ്മെന്റ് നടത്തുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാ? ഈ കമ്പനിയുടെ സിഇഒ ഒരു കോൺഫറൻസിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലണ്ടനിൽ നടന്ന ഒരു കോൺഫറൻസിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പേയ്മെന്റ് നമ്മുടെ കമ്പനി എക്സ് അവരുടെ സിഇഒക്ക് വേണ്ടിയിട്ട് പേ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ ആ ഇവന്റ് എവിടെയാണോ നടക്കുന്നത്, ആ കോൺഫറൻസ് എവിടെയാണോ നടക്കുന്നത്, ആ സ്ഥലമായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ലണ്ടൻ. ആ ഇവന്റ് എവിടെയാണോ നടക്കുന്നത്, ആ കോൺഫറൻസ് എവിടെയാണോ നടക്കുന്നത്, സ്ഥലമായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. സെക്ഷൻ 13 സബ്സെക്ഷൻ 5 ആപ്ലിക്കബിൾ ആവുന്ന ചോദ്യം. ദെൻ എക്സാമ്പിൾ 38 നോക്കിയേ. ഇഫ് XY ബാങ്ക് ആണ്, XY ബാങ്ക് ഇൻ USA charges loan processing charges to AB Company Limited in India. The place of supply of service will be USA. ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ, ബാങ്കോ NBFC ഒക്കെ ആണെങ്കിൽ സർവീസ് പ്രൊവൈഡറിന്റെ സ്ഥലമാണ് പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്നത് USA XY ബാങ്ക് ആണ്. സോ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ് USA. Then example 39 നോക്കിയോ. If PQ ഷിപ്പിംഗ് കമ്പനി ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ, PQ ഷിപ്പിംഗ് കമ്പനി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്, ചാർജസ് ഓഷ്യൻ ഫ്രൈറ്റ് ചാർജസ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ടു ജർമ്മനി. ജർമ്മനിലേക്ക് ഗുഡ്സ് കയറ്റി അയക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഓഷ്യൻ ഫ്രൈറ്റ് ചാർജ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഷിപ്പിംഗ് കമ്പനി PQ കമ്പനി ഫോർ എ കസ്റ്റമർ ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ. അങ്ങനെ വരുമ്പോൾ ഗുഡ്സിന്റെ ഡെസ്റ്റിനേഷൻ എവിടെയാണോ, എങ്ങോട്ടേക്കാണോ കയറ്റി അയക്കുന്നത് ആ സ്ഥലം ഡെസ്റ്റിനേഷൻ ഓഫ് ദി ഗുഡ്സ് ജർമ്മനി. ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞോണം, ഗുഡ്സിന്റെ ഡെസ്റ്റിനേഷൻ എവിടെയാണോ അതായിരിക്കും പ്ലേസ് ഓഫ്. ഓക്കെ. ദെൻ എയർ ഇന്ത്യ ഡിപ്പാർട്ടിംഗ് ഫ്രം മുംബൈ ടു പാരീസ് പ്രൊവൈഡിംഗ് ഫുഡ് ടു ഇറ്റ്സ് പാസഞ്ചേഴ്സ്. എയർ ഇന്ത്യ ഡിപ്പാർട്ട് ചെയ്യപ്പെടുന്നത് മുംബൈയിൽ നിന്ന് പാരീസിലേക്കാണ്. അവര് പാസഞ്ചേഴ്സിന് ഫുഡ് കൊടുക്കുന്നുണ്ട്. പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? എവിടെ നിന്നാണോ അത് ഡിപ്പാർട്ട് ചെയ്യപ്പെടുന്നത്, എവിടെ നിന്നാണോ അത് എംബാർക്ക് ചെയ്യപ്പെടുന്നത്, അതിന്റെ ഫസ്റ്റ് ഷെഡ്യൂൾ പോയിന്റ് ഓഫ് ഡിപ്പാർച്ചർ ഏതാന്ന് നോക്കിയാൽ മതി. എവിടെ നിന്നാണോ ആ ഫ്ലൈറ്റ് സ്റ്റാർട്ടിങ്, എയർ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണോ അതായിരിക്കും പ്ലേസ് ഓഫ് സർവീസ്. പിന്നെ റിട്ടേൺ ജേണി ഉണ്ടെങ്കിലോ പാരീസ് ആയിരിക്കും പ്ലേസ് ഓഫ് സർവീസ്. സെക്ഷൻ 13 സെക്ഷൻ 10 വരുന്ന ആപ്ലിക്കബിൾ ആവുന്ന എക്സാമ്പിൾ ആണ്. മുംബൈയിൽ നിന്ന് പാരീസിലേക്ക് പോകുമ്പോൾ മുംബൈ ആണ് പ്ലേസ് ഓഫ് സപ്ലൈ. പാരീസിൽ നിന്ന് മുംബൈയിലേക്ക് വരുമ്പോൾ പാരീസ് ആണ് പ്ലേസ് ഓഫ് സപ്ലൈ. ക്ലിയർ ആയോ? സെക്ഷൻ 13 ഒന്നുകൂടി ഇന്ന് തന്നെ പഠിക്കണം. ഇന്ന് തന്നെ ഇത് വായിച്ചു നോക്കാം. 12ഉം 13ഉം മാറി വായിച്ചു നോക്കാം. ക്ലിയർ അല്ലേ? നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താലോ? റെഡിയാണോ? അതോടെ ചെയ്താൽ തീർന്നു. ചെയ്യാം. ഓക്കെ, എന്നാ റെഡി ആയിക്കോ. Mr. A of Nashik, Maharashtra sells 10 refrigerators to Mr. B of Pune. നമ്മുടെ നാഷിക് എന്ന് പറയുന്ന ആള് മഹാരാഷ്ട്രയിലുള്ള ആളാണ്. അയാൾ 10 റെഫ്രിജറേറ്റേഴ്സ് ആർക്ക് വിൽക്കാണ്? ബിക്ക് വിൽക്കാണ്. പൂനെയിലുള്ള ബിക്ക് വിൽക്കാണ്. മഹാരാഷ്ട്ര ഫോർ ഡെലിവറി. ഓക്കെ. ഡിറ്റർമിൻ ദ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ്. പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഒക്കെ കയറി വരുന്നുണ്ടേ, ആദ്യം പഠിച്ചതൊക്കെ കയറി വരുന്നുണ്ടേ. ഡിറ്റർമിൻ ദ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഏതായിരിക്കും? പറഞ്ഞോ. മൂവ്മെന്റ് ഉണ്ടോ? ഗുഡ്സിന് മൂവ്മെന്റ് ഉണ്ടോ? ഇവിടെ ഗുഡ്സിന് മൂവ്മെന്റ് ഉണ്ടോ?
10 റെഫ്രിജറേറ്റർ വിൽക്കുകയാണ്. ആർക്ക്? പൂനെയിലുള്ള മിസ്റ്റർ ഡിക്ക്. പറഞ്ഞോ, ആൻസർ പറഞ്ഞോ. പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? പൂനെയോ മഹാരാഷ്ട്രയോ? പൂനെ മഹാരാഷ്ട്രയല്ലേ? ആണല്ലോ, പൂനെ മഹാരാഷ്ട്രയല്ലേ? പൂനെ മഹാരാഷ്ട്ര തന്നെ അല്ലടാ. ഓക്കെ, അപ്പൊ ഇവിടെ ഏതാ പേ ചെയ്യേണ്ടത്? സി ജി എസ് ടി, എസ് ജി എസ് ടിയോ ഐ ജി എസ് ടിയോ? സി ജി എസ് ടി, എസ് ജി എസ് ടിയോ ഐ ജി എസ് ടിയോ? ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ മഹാരാഷ്ട്രയാണ്. പ്ലേസ് ഓഫ് സപ്ലൈ പൂനെ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ്. സോ സി ജി എസ് ടി, എസ് ജി എസ് ടി ആണ് പേ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? റിഫ്രഷ് ചെയ്തെടുത്തോ? ക്ലിയർ ആണെങ്കിൽ പറഞ്ഞേ, അടുത്തതിലേക്ക് പോവാം. പടപടപടയെന്ന് പറ. ഓക്കെ, ക്ലിയർ. ശ്രദ്ധിച്ച് പറയണം, ശ്രദ്ധിച്ച് ചെയ്യണം. ഇത് നമ്മുടെ ബിൽ ടു ഷിപ്പ് ടു ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ആണ്. ബിൽ ടു ഷിപ്പ് ടു ഓർമ്മയുണ്ടല്ലോ? ബിൽ ടു ഷിപ്പ് ടു. ഇവിടെ ഈ തേർഡ് പേഴ്സൺ എന്ന് പറയുന്ന ആളാണ് റിയൽ ബയർ കേട്ടോ. സിറ്റുവേഷൻ ഓർമ്മയുണ്ടല്ലോ? സിറ്റുവേഷൻ ഞാനൊന്നുകൂടെ പറയാം. അനന്തു തമിഴ്നാട്ടിലുള്ള ആളാണ്, ഞാൻ കേരളത്തിലുള്ള സപ്ലയർ. കേരളത്തിലുള്ള സപ്ലയർ ആണ് ഞാൻ, തമിഴ്നാട്ടിലുള്ള റെസിപ്പിയന്റ് ആണ് അനന്തു. അപ്പൊ അനന്തു എൻ്റെ കയ്യിൽ കുറച്ച് ഗുഡ്സ് മേടിക്കുന്നു, എന്നിട്ട് പറയാണ് ഇത് തമിഴ്നാട്ടിലേക്ക് എത്തിക്കേണ്ട, എൻ്റെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു ബ്രാഞ്ച് എവിടെ ഉണ്ട്, കേരളത്തിൽ തന്നെ ഉണ്ട്, അവൻ്റെ കയ്യിൽ കൊടുത്തേക്കാന്ന് പറയാം. അവൻ്റെ കയ്യിൽ കൊടുത്തോളൂ എന്ന് പറയാണ്. ഇവിടെ പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? ഇവിടെ പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? കേരളമോ തമിഴ്നാടോ? കേരളമോ തമിഴ്നാടോ? തമിഴ്നാട് അല്ലെ? റിയൽ ഓണറിന്റെ ലൊക്കേഷൻ എവിടെയാണോ ഇതായിരിക്കും തമിഴ്നാട് അല്ലെ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പറയണേ, ഓരോന്നിനെ നിങ്ങൾ ഇപ്പൊ തന്നെ എന്നോട് പറഞ്ഞു പോണേ, ആൻസർ ഞാൻ കാണിക്കില്ല. സപ്ലയറിന്റെ ലൊക്കേഷൻ ബാംഗ്ലൂർ, കർണാടകയാണ്. സപ്ലയറിന്റെ ലൊക്കേഷൻ കർണാടകയാണ്, എ ലിമിറ്റഡ്. റിയൽ ഓണർ ബാംഗ്ലൂരിലുള്ള ആള്, ഗുഡ്സ് റിസീവ് ചെയ്യുന്ന ആള് റെസിപ്പിയന്റ് മുംബൈയിൽ. പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? ഗുഡ്സിന്റെ ഡെലിവറിയും മുംബൈയിലാണെന്ന് പറഞ്ഞിരിക്കും. പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? ബാംഗ്ലൂർ. വെരി ഗുഡ്, അടിപൊളി, അടിപൊളി, ബാംഗ്ലൂർ. ഇവിടെ സി ജി എസ് ടി, എസ് ജി എസ് ടി ആണോ ഐ ജി എസ് ടി ആണോ പേ ചെയ്യേണ്ടത്? സി ജി എസ് ടി, എസ് ജി എസ് ടി ആണോ ഐ ജി എസ് ടി ആണോ പേ ചെയ്യേണ്ടത്? സി ജി എസ് ടി, എസ് ജി എസ് ടി ആണോ ഐ ജി എസ് ടി ആണോ പേ ചെയ്യേണ്ടത്? വേം പറ, പടപടേ പറ, വേം പറ, വേം പറ. സപ്ലയറിന്റെ ലൊക്കേഷൻ ബാംഗ്ലൂർ, പ്ലേസ് ഓഫ് സപ്ലൈ ബാംഗ്ലൂർ. ഏതായിരിക്കും? എന്താണ് താമസം ടൈപ്പ് ചെയ്തിടാൻ? സി ജി എസ് ടി, എസ് ജി എസ് ടി. എന്താണ് ഒരു താമസം? താമസം വരരുതേ. ഓക്കെ, അടുത്തത് സപ്ലയറിന്റെ ലൊക്കേഷൻ ബാംഗ്ലൂർ, കർണാടക. റിയൽ ബയർ മുംബൈയില്, റെസിപ്പിയന്റിന്റെ ലൊക്കേഷൻ ബാംഗ്ലൂരാന്ന് പറയുന്നു. പ്ലേസ് ഓഫ് ഡെലിവറി ഓഫ് ഗുഡ്സ് ബാംഗ്ലൂർ. ഏതാ പ്ലേസ് ഓഫ് സപ്ലൈ? വേം പറ, വേം പറ. ഏതാ പ്ലേസ് ഓഫ് സപ്ലൈ? ഏതാ പ്ലേസ് ഓഫ് സപ്ലൈ? പടപടയെന്ന് പറഞ്ഞു. മുംബൈ. അടിപൊളി, മുംബൈ. ശരിയാണ്, വളരെ ശരിയാണ്. സപ്ലയർ ബാംഗ്ലൂര്, റിയൽ ഓണർ ഗുജറാത്തില്, ഗുജറാത്തിലെ സൂരത്തില്. വാങ്ങുന്ന ആള് മുംബൈയിലാണുള്ളത്, അതായത് കൈപ്പറ്റുന്ന ആള് മുംബൈയില്, ഡെലിവർ ആവുന്ന, കൈപ്പറ്റുന്നതും ഡെലിവർ എന്നും പറയുന്നത് സെയിം ആണ്. ഏതായിരിക്കും? ഗുജറാത്ത്. അടിപൊളി, പഠിച്ചു, കൊള്ളാം, 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 കൊള്ളാം. അടുത്ത ബാംഗ്ലൂര് മുംബൈ. ഇത് അന്ന് കമ്പയർ ചെയ്യാനേ ഉള്ളൂ, ബാംഗ്ലൂര് മുംബൈ. ഏതായിരിക്കും? മുംബൈ. സിമ്പിൾ അല്ലേ? വല്ല പ്രശ്നമുണ്ടോ? ഇതൊക്കെ കാണുമ്പോൾ ആദ്യം ഒന്ന് പേടിക്കും, പക്ഷെ ഒന്നുമില്ല, പേടിക്കാൻ മാത്രം ഒന്നുമില്ല അല്ലേ? ഓക്കെ,
ഇത് ആൻസർ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. CGST ആണോ SGST ആണോ പേ ചെയ്യേണ്ടതെന്നും എല്ലാം കൊടുത്തിട്ടുണ്ട്, പഠിച്ചോ. ഇല്ലസ്ട്രേഷൻ 3 നോക്കി. സെയിൽ ഓഫ് പ്രീ ഇൻസ്റ്റാൾഡ് DG സെറ്റ്. ഇൻസ്റ്റലേഷൻ ആണ്, ഇൻസ്റ്റലേഷൻ അല്ലെങ്കിൽ അസംബ്ലി ആണ്. അങ്ങനെ വരുമ്പോൾ ഏതായിരുന്നു അസംബ്ലി ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ലൊക്കേഷൻ ഏതാണോ അതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ ഡൽഹി, ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയൻ ഭോപ്പാൽ, ലൊക്കേഷൻ ഓഫ് ഗുഡ്സ് ഭോപ്പാൽ. ഏതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ? ഏതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ? ലൊക്കേഷൻ ഓഫ് സപ്ലയർ ഡൽഹി, റെസിപ്പിയന്റ് ഭോപ്പാൽ, അസംബ്ലി ഇൻസ്റ്റാൾ ചെയ്യുന്നതും ഭോപ്പാൽ. ഏതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ? ഭോപ്പാൽ. ഭോപ്പാൽ എന്നാ പ്രശ്നം? ഭോപ്പാൽ. മാനുഫാക്ചർ ഓഫ് മോൾഡ്സ് ബൈ ജോബ് വർക്കർ. ഇൻസ്റ്റലേഷൻ ആണ്, തമിഴ്നാട്. സപ്ലയറിന്റെ ലൊക്കേഷൻ, റെസിപ്പിയന്റ് ലൊക്കേഷൻ കേരള. ഇൻസ്റ്റാൾ ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. ഇൻസ്റ്റാൾ ചെയ്യുന്നത് തമിഴ്നാട്. അങ്ങനെ വരുമ്പോഴോ തമിഴ്നാടാണ് പ്ലേസ് ഓഫ് സപ്ലൈ. സോ അവിടെ നിങ്ങൾ സപ്ലയറിന്റെ ലൊക്കേഷനും പ്ലേസ് ഓഫ് സപ്ലൈ കൂടെ കമ്പയർ ചെയ്യുക. IGST ആണെങ്കിൽ IGST, CGST ആണെങ്കിൽ CGST. ഈ TN GST എന്ന് എഴുതിയിരിക്കുന്നത് SGST ആണ് കേട്ടോ. സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിനെയാണ് TN GST എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ഇല്ലസ്ട്രേഷൻ 4 ഇൻസ്റ്റലേഷനുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. ഇൻസ്റ്റലേഷൻ ഓഫ് വേ ബ്രിഡ്ജ് ഡൽഹി, സപ്ലയറിന്റെ ലൊക്കേഷൻ, രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് റെസിപ്പിയന്റ് ഭോപ്പാലില്, ഇൻസ്റ്റലേഷൻ ഭോപ്പാലില്. തീർച്ചയായിട്ടും ഭോപ്പാലായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. സർവീസ് സപ്ലൈഡ് ആൻഡ് ഇൻസ്റ്റാൾഡ് അറ്റ് ദി ഓഫീസ് ഓഫ് എ മാർക്കറ്റിംഗ് ഫേം, ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ കർണാടക, രജിസ്റ്റേർഡ് ഓഫീസ് റെസിപ്പിയന്റ് ഓഫീസ് ഗോവ, ഇൻസ്റ്റലേഷൻ നടക്കുന്നത് സൂറത്ത് ഗുജറാത്തില്. ഏതായിരിക്കും പറഞ്ഞോ? ഗുജറാത്ത്. Then സപ്ലൈ ഓഫ് വർക്ക് സ്റ്റേഷൻ ഗുജറാത്ത്, ഇൻസ്റ്റലേഷൻ കേരളയിൽ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കേരള. അടിപൊളി പഠിച്ചു സന്തോഷം. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ദെൻ കറസ്പോണ്ടിങ് ലൊക്കേഷൻ ഓഫ് ദി സപ്ലയറും പ്ലേസ് ഓഫ് സപ്ലൈ കൂടെ കമ്പയർ ചെയ്ത് IGST ആണോ പേയബിൾ എന്നുള്ള കാര്യം കൂടി പിടിച്ച് വെച്ചോണം. ഗുജറാത്ത്, കേരള, IGST. ഇവിടെ എല്ലായിടത്തും IGST തന്നെയാണ് പേ. ഇല്ലസ്ട്രേഷൻ 5 നോക്കിയേ. മിസ്റ്റർ എ കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്, CMA കാരനാണ് നമ്മുടെ മിസ്റ്റർ എ. അയാൾ മഹാരാഷ്ട്രയിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. അയാള് കോസ്റ്റ് ഓഡിറ്റിംഗ് സർവീസ് ആണ്, കോസ്റ്റ് ഓഡിറ്റിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. നോർമൽ സർവീസ് ആണ്. സർവീസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ ഏതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ? സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ ഏതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ? ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയന്റ് അല്ലേ? അങ്ങനെ വരുമ്പോൾ മഹാരാഷ്ട്രയാണ് പ്ലേസ് ഓഫ് സപ്ലൈ. ഇനി രജിസ്റ്റേർഡ് പേഴ്സൺ കർണാടകയിലാണെങ്കിലോ? കർണാടകയായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. അപ്പൊ ഇവിടെ CGST ആണോ? ഈ കേസിൽ എനിക്ക് തോന്നുന്നു CGST SGST ആണ് പേയബിൾ. ഈ കേസ് വരുമ്പോൾ IGST ആണ് പേയബിൾ വരിക അല്ലെ? ഇനി നോൺ രജിസ്റ്റേർഡ് ആണ്, പക്ഷേ അഡ്രസ് കയ്യിലുണ്ട് എന്ന് വിചാരിക്കുക. നോൺ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്, പക്ഷേ മധ്യപ്രദേശിലുള്ള അയാളുടെ അഡ്രസ് കയ്യിലുണ്ട്. സോ മധ്യപ്രദേശ് ആയിരിക്കും അഡ്രസ് കയ്യിലുള്ളത് കൊണ്ട് റെസിപ്പിയന്റ് ലൊക്കേഷൻ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. സോ IGST തന്നെയാണ് അവിടെ പേയബിൾ. ഇനി അഡ്രസ് അവൈലബിൾ അല്ലെങ്കിലോ മഹാരാഷ്ട്ര സപ്ലയറിന്റെ ലൊക്കേഷൻ. അഡ്രസ് അവൈലബിളും അല്ല അൺരജിസ്റ്റേർഡും ആണെങ്കിൽ സപ്ലയറിന്റെ ലൊക്കേഷൻ. അപ്പൊ ഇവിടെ CGST SGST പേ ചെയ്യേണ്ടി വരും. ക്ലിയർ അല്ലേ? എനി ഡൗട്ട്സ്? വിഷയമുണ്ടോ? ക്ലിയർ. ഓക്കെ, അതെല്ലാം ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, എല്ലാം വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. Determine the place of supply of service for the following cases. KTS Builders Mumbai is constructing a factory building for PLM Private Limited Kolkata in New Delhi. നമ്മുടെ KTS Builders എന്ന് പറയുന്ന ഒറ്റ മിനിറ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ KTS Builders ഒരു ഫാക്ടറി ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? PLM പ്രൈവറ്റ് ലിമിറ്റഡിന് വേണ്ടിയിട്ട് അല്ലെ?
അങ്ങനെ വരുമ്പോ ഇപ്പൊ ഈ ഓക്കെ ന്യൂഡൽഹിയിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ പ്ലേസ് സപ്ലൈ ഏതായിരിക്കും? മുംബൈയിലുള്ള KTS ബിൽഡേഴ്സ് കൊൽക്കത്തയിലുള്ള PLM ലിമിറ്റഡിന് വേണ്ടിയിട്ട് ഒരു ഫാക്ടറി ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നു. പക്ഷെ അത് എവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാ. 2 സ്റ്റേറ്റിലും അല്ല, ന്യൂഡൽഹിയിലാ. സോ ന്യൂഡൽഹി വെരി ഗുഡ്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എവിടെയാണോ ഉള്ളത് ആ സ്ഥലം ന്യൂഡൽഹി. അങ്ങനെ വരുമ്പോ ഇവിടെ ഏതാ? CGST ആണോ IGST ആണോ പറയും? അതോ IGST ആണോ? CGST ആണോ IGST ആണോ? IGST ആയിരിക്കും. സപ്ലൈറിന്റെ ലൊക്കേഷൻ മുംബൈ, മറ്റേത് ന്യൂഡൽഹി. ഷാ ആൻഡ് ഷാ ആർ ആൻ ആർക്കിടെക്ചറൽ ഫേം അറ്റ് കൊൽക്കത്ത. ഷാ ആൻഡ് ഷാ എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ചറൽ ഫേം ആണ് കൊൽക്കത്തയിലുള്ളത്. ഹാസ് ബീൻ ഹയർഡ് ബൈ MKF ബിൽഡേഴ്സ് ഓഫ് മുംബൈ. ആര് ഹയർ ചെയ്തു അവരെ? MKF ബിൽഡേഴ്സ്. മുംബൈയിലുള്ള MKF ബിൽഡേഴ്സ് ഹയർ ചെയ്തു. സോ ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ എന്ന് പറയുന്നത് MKF ആണ്. MKF ഇതങ്ങ് ആദ്യം എഴുതി വെക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ? ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ MKF ആണ്. ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ് എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ട് ഇയാളത് ചെയ്തത്? സോറി, ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ എന്ന് പറയുന്നത് ഷാ ആൻഡ് ഷാ അല്ലെ? ഷാ ആൻഡ് ഷാ ഇതങ്ങ് എഴുതി വെക്കണം ആദ്യം. ഷാ ആൻഡ് ഷാ. അയാൾ എവിടെ ഉള്ള? കൊൽക്കത്ത. ഓക്കെ. ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയന്റ് ആരായിരുന്നു? MKF. ടു ഡ്രോ അപ്പ്, എന്തിനാണ് ഇയാളെ ഹയർ ചെയ്തത്? എന്തിനാ? ടു ഡ്രോ അപ്പ് എ പ്ലാൻ ഫോർ എ ഹൈ റൈസ് ബിൽഡിംഗ് ടു ബി കൺസ്ട്രക്റ്റഡ് ബൈ ദം ഇൻ അഹമ്മദാബാദ്, ഗുജറാത്ത്. ഒരു പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ആർക്കിടെക്ചറൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അഹമ്മദാബാദ്, ഗുജറാത്തിൽ ഒരു റൈസ് ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സോ അവിടെ പ്ലേസ് സപ്ലൈ ഏതായിരിക്കും? പറയും. പ്ലേസ് സപ്ലൈ ഏതായിരിക്കും? ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എവിടെയാണ്? അഹമ്മദാബാദിലാണ്. അല്ലെങ്കിൽ അഹമ്മദാബാദില് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന ബിൽഡിങ്ങിന്റെ പ്ലാൻ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എവിടെയാണോ ഇന്റന്റ് ചെയ്യാൻ പോകുന്നത്, ലൊക്കേറ്റ് ചെയ്യാൻ പോകുന്നത്, കൺസ്ട്രക്ഷൻ പ്ലേസ് പറഞ്ഞില്ലായിരുന്നെങ്കിലോ? റെസിപ്പിയന്റിന്റെ ലൊക്കേഷൻ, കൺസ്ട്രക്ഷന്റെ പ്ലേസ് പറഞ്ഞിരുന്നില്ല എങ്കിൽ റെസിപ്പിയന്റ് ലൊക്കേഷൻ, അതായത് MKF ലിമിറ്റഡിന്റെ ലൊക്കേഷൻ. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞു. സോ ഇവിടെ വരുമ്പോൾ അഹമ്മദാബാദ്, ഗുജറാത്ത് ആണ് പ്ലേസ് ഓഫ് സപ്ലൈ. മിസ്റ്റർ രമേശ്, എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. രമേശ് എന്ന് പറയുന്ന ആളൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. അയാൾ ന്യൂഡൽഹിയിലുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. ട്രാവൽസ് ടു മുംബൈ ഫോർ ബിസിനസ് ആൻഡ് സ്റ്റേസ് ഇൻ എ ഹോട്ടൽ. ന്യൂഡൽഹിയിലുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റ് മുംബൈയിലേക്ക് പോകുന്നു. അയാൾ അവിടെ ഒരു ഹോട്ടലിൽ താമസിക്കുന്നു. ഏതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ? ഹോട്ടലിൽ താമസിക്കുന്നു. ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിൽ താമസിക്കുന്നു. ഏതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ? പറ. മുംബൈയോ അതോ മുംബൈ ആ ഹോട്ടൽ എവിടെയാണോ ഉള്ളത് അത് അല്ലേ? വെരി ഗുഡ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മിസ്റ്റർ എക്സ്, എ കൺസൾട്ടിംഗ് എഞ്ചിനീയർ ബേസ്ഡ് ഇൻ മുംബൈ. മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഒരു കൺസൾട്ടിംഗ് എഞ്ചിനീയർ ആണ്, മുംബൈയിലുള്ള ആളാണ്. മുംബൈ, മഹാരാഷ്ട്ര. റെൻഡേഴ്സ് പ്രൊഫഷണൽ സർവീസ് ഇൻ റെസ്പെക്ട് ഓഫ് ആൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഓഫ് മിസ്റ്റർ വൈ, ബാംഗ്ലൂർ, ലൊക്കേറ്റഡ് ഇൻ ഓസ്ട്രേലിയ. പക്ഷെ ആ ഹൗസ് പ്രോപ്പർട്ടി, ആ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്യുന്ന അവിടെ ഔട്ട്സൈഡ് ഇന്ത്യയിലാണ്. അങ്ങനെ വരുമ്പോഴോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. അങ്ങനെ വരുമ്പോഴോ പറ. ബാംഗ്ലൂർ, അതായത് റെസിപ്പിയന്റ് ലൊക്കേഷൻ ആണോ നമുക്ക് നോക്കാം. യെസ്, ബാംഗ്ലൂർ ശരിയാണ്. ആൻഡ് നോട്ട് ദ പ്ലേസ് വേർ ദ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ലൊക്കേറ്റഡ്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ എന്താണ് ലൊക്കേഷൻ എവിടെയാണോ അതല്ല കൊടുക്കേണ്ടത്. കാരണം എന്താ? ഔട്ട്സൈഡ് ഇന്ത്യയിലാണ്. റെസിപ്പിയന്റ് ലൊക്കേഷൻ ഏതാണോ അതാണ് പ്ലേസ് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അടിപൊളി. അപ്പൊ പഠിച്ചു കുറെയൊക്കെ. വെരി ഗുഡ്. ഇലിസ്ട്രേഷൻ 7 നോക്കാം. ഡിറ്റർമിൻ ദ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ഫോർ ദി ഫോളോയിങ് കേസസ്. മെഗാ ഇവന്റ്സ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് കമ്പനി. ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ കാര്യങ്ങളാണ് പറയുന്നത്. ഇവന്റ് മാനേജ്മെന്റ് കമ്പനി അറ്റ് ന്യൂഡൽഹി ഓർഗനൈസസ് ആൻ അവാർഡ് ഫംഗ്ഷൻ ഫോർ ഷാ ഡയമണ്ട് മെർച്ചന്റ്സ് ഓഫ് അഹമ്മദാബാദ്, രജിസ്റ്റേർഡ് ഇൻ ഗുജറാത്ത്, അറ്റ് മുംബൈ.
ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഒരു അവാർഡ് ഫംഗ്ഷൻ ഓർഗനൈസ് ചെയ്തിരിക്കുകയാണ്. ഈ അവാർഡ് ഫംഗ്ഷൻ നടക്കുന്നത് മുംബൈയിലാണെന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോ ഏതാണ് പ്ലേസ് ഓഫ് സപ്ലൈ? ഗുജറാത്ത്. നോക്കട്ടെ ആണോന്ന്. ഗുജറാത്ത്. ശരിയാണ്. റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് പേഴ്സൺ ആയതുകൊണ്ട് the place of supply is the location of the recipient. റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് ആയതുകൊണ്ടാണ് റെസിപ്പിയന്റ് ലൊക്കേഷൻ നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുത്തത്. അടുത്തത് മെഗാ ഇവന്റ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് കമ്പനി അറ്റ് ന്യൂഡൽഹി organizes an award function for Shah Diamond Merchants of Ahmedabad, registered in Gujarat, at Mauritius. ഔട്ട്സൈഡ് ഇന്ത്യയിലാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അങ്ങനെയോ? അങ്ങനെ വരുമ്പോഴും ഗുജറാത്ത് തന്നെ. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. അങ്ങനെ വരുമ്പോഴും ഗുജറാത്ത് തന്നെ. റെസിപ്പിയന്റിന്റെ ലൊക്കേഷൻ എവിടെയാണോ അത്. അടുത്തത് ഗ്രാൻഡ് വെഡിങ് പ്ലാനേഴ്സ് ചെന്നൈ. ഗ്രാൻഡ് വെഡിങ് പ്ലാനേഴ്സ് എന്ന് പറയുന്നത് ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ്, ചെന്നൈയിലുള്ളവരാണ്. ഈസ് ഹയർഡ് ബൈ രമേശ് ഹയർ ചെയ്തു. രമേശ് അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. ഹൈദരാബാദിലുള്ള അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ് വെഡിങ് പ്ലാനേഴ്സിനെ ഹയർ ചെയ്തിരിക്കുന്നത്. ടു പ്ലാൻ ആൻഡ് ഓർഗനൈസ് ഹിസ് വെഡിങ് അറ്റ് ന്യൂഡൽഹി. അങ്ങനെ വരുമ്പോഴോ എന്താ അവസ്ഥ? ഡൽഹി ആണെന്ന് പറയുന്നു. കാരണം എന്താ? ആ ഇവന്റ് എവിടെയാണോ നടക്കുന്നത് ആ സ്ഥലം. വെഡിങ് എവിടെ നടക്കുന്നത്? ന്യൂഡൽഹിയിൽ. അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ എവിടെ വെച്ചാണോ നടക്കുന്നത് ആ സ്ഥലം നോക്കാം. ശരിയാണോ? ശരിയാ, ന്യൂഡൽഹി. അടിപൊളി. Then Grand Wedding Planners Chennai is hired by Mr. Ramesh, unregistered person, Hyderabad ആണ്. To plan and organize his wedding at Seychelles. പുറത്താണ്, ഔട്ട്സൈഡ് ഇന്ത്യയിലാണ്. സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. ആ വെഡിങ് നടക്കുന്ന ഔട്ട്സൈഡ് ഇന്ത്യയിലും. അപ്പോളോ in the given case, since the recipient being unregistered person and the event held outside India, the place of supply is the location of the recipient, Hyderabad. ഹൈദരാബാദ് ആണ് പ്ലേസ് ഓഫ് സപ്ലൈ. അല്ലാതെ ഈവന്റ് നടക്കുന്ന സ്ഥലമല്ല, സീഷെൽസ് അല്ല. റെസിപ്പിയന്റ് ആരാണോ അയാളുടെ സ്ഥലം. കേട്ടോ? റെസിപ്പിയന്റ് അത് തന്നെ റെസിപ്പിയന്റ്. വെരി ഗുഡ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ഡിറ്റർമിൻ ദ പ്ലേസ് ഓഫ് സപ്ലൈ ഫോർ ദ ഫോളോയിങ് സർവീസസ്. താഴെ പറയുന്ന സർവീസുകളുടെ പ്ലേസ് ഓഫ് സപ്ലൈ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. മിസ്റ്റർ അമർ, രജിസ്റ്റേർഡ് പേഴ്സൺ ഇൻ ന്യൂഡൽഹി. മിസ്റ്റർ അമർ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, ന്യൂഡൽഹിയിലുള്ള ആളാണ്. അയാള് മുംബൈയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് എയർജെറ്റ് ഫ്ലൈറ്റിലൂടെ ട്രാവൽ ചെയ്യാണ്. മിസ്റ്റർ അമർ ഹാസ് ബോട്ട് ദ ടിക്കറ്റ്സ് ഫോർ ദ ജേർണി ഫ്രം എയർജെറ്റ് ഓഫീസ് രജിസ്റ്റേർഡ് ഇൻ ന്യൂഡൽഹി. പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? മുംബൈയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകാൻ അയാൾ ന്യൂഡൽഹിയിൽ നിന്ന് ടിക്കറ്റ് എടുക്കും. ഏതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ? ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയന്റ്, ന്യൂഡൽഹി. ഓക്കെ, റെസിപ്പിയന്റിന്റെ ലൊക്കേഷൻ എവിടെയാണോ അതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. രണ്ടാമത്തെ കേസ്, മിസ്റ്റർ സി അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, ചെന്നൈയിലുള്ള ആളാണ്. ഹാസ് കം ടു ഡൽഹി ഓൺ എ വെക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ചെന്നൈയിലെ ആള് ഡൽഹിയിലേക്ക് വന്നിരിക്കുകയാണ്. ഹി ബൈസ് പ്രിഫറൻസ് പെയ്ഡ് ഡൽഹി മെട്രോ കാർഡ് ഫ്രം ഡൽഹി മെട്രോ ന്യൂഡൽഹി ഫോർ ഹസിൽ ഫ്രീ കമ്മ്യൂട്ട് ഇൻ ദ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ. അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ചെന്നൈയിലുള്ള മിസ്റ്റർ സി ഡൽഹിയിലേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് അയാൾ ഒരു ഡൽഹി മെട്രോ കാർഡ് മേടിക്കുകയാണ്. ന്യൂഡൽഹിയിൽ നിന്ന് മേടിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? ആ ഡൽഹി മെട്രോ കാർ എവിടെ നിന്നാണോ മേടിച്ചത് ആ കാർഡ്, ആ ലൊക്കേഷൻ
ആ ലൊക്കേഷൻ. അത്രേ ഉള്ളൂ. അടുത്തത് ഇല്ലുസ്ട്രേഷൻ നമ്പർ 9. ഡിറ്റർമിൻ ദ പ്ലേസ് ഓഫ് സപ്ലൈ ഫോർ ദ ഫോളോയിങ് ടെലികമ്മ്യൂണിക്കേഷൻ സർവീസുകൾ. പ്രത്യേകം പഠിച്ചതാണ്. നിങ്ങൾ തന്നെ പറഞ്ഞോണം, പെട്ടെന്ന് പറയണം. മിസ്റ്റർ എക്സ് കൊൽക്കത്തയിലുള്ള ആളാണ്. ഗെറ്റ്സ് എ ലാൻഡ് ലൈൻ ഫോൺ ഇൻസ്റ്റാൾഡ് അറ്റ് ഹിസ് ഹോം ഫ്രം സ്കൈബെൽ ലിമിറ്റഡ്. ഏതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ? കൊൽക്കത്ത. അടിപൊളി. കൊൽക്കത്ത എവിടെയാണോ അത് കുഴിച്ചിട്ടിരിക്കുന്നത് ആ സ്ഥലം അല്ലെ? ലൈൻ കുഴിച്ചിട്ടിരിക്കുന്നത് എവിടെയാണോ, അല്ലെങ്കിൽ എവിടെയാണോ ലാൻഡ് ലൈൻ എടുത്തിരിക്കുന്ന ആ വീട് എവിടെയാണോ ആ സ്ഥലം. മിസ്റ്റർ വൈ മുംബൈ ഗെറ്റ്സ് എ DTH ഇൻസ്റ്റാൾഡ് അറ്റ് ഹിസ് ഹോം. ഡിഷ് ഇൻസ്റ്റാൾ ചെയ്യാണ്. ഡിഷ് എവിടെ വെക്കുന്ന? വീട്ടിലാണ് വെക്കുന്നത്. സോ മുംബൈ ആണ് പ്ലേസ് ഓഫ്. മിസ്റ്റർ ഡി മുംബൈ ടേക്സ് എ പോസ്റ്റ് പെയ്ഡ് മൊബൈൽ കണക്ഷൻ ഇൻ മുംബൈ ഫ്രം സ്കൈബെൽ ലിമിറ്റഡ്. പോസ്റ്റ് പെയ്ഡ് മൊബൈൽ കണക്ഷൻ എടുക്കുകയാണ്. പോസ്റ്റ് പെയ്ഡ് മൊബൈൽ കണക്ഷൻ ഇൻ മുംബൈ ഫ്രം സ്കൈബെൽ ലിമിറ്റഡ്. സ്കൈബെൽ ലിമിറ്റഡിൽ നിന്നാണ് എടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഏതായിരിക്കും പ്ലേസ് ഓഫ്? മുംബൈ. ബില്ലിംഗ് അഡ്രസ് എവിടെയാണോ, റെസിപ്പിയന്റിന്റെ ബില്ലിംഗ് അഡ്രസ് എവിടെയാണോ, മുംബൈയിലുള്ള ആളല്ലേ, മുംബൈയിലുള്ള ആളല്ലേ എടുക്കുന്നേ. സോ മുംബൈ ആയിരിക്കും അയാളുടെ ലൊക്കേഷൻ, അയാളുടെ അഡ്രസ് മുംബൈയിലായിരിക്കും വരിക. അത് ദെൻ മിസ്റ്റർ ഇ ന്യൂഡൽഹി ഗെറ്റ് ഹിസ് പോസ്റ്റ് പെയ്ഡ് ബിൽ പെയ്ഡ് ഓൺലൈൻ ഫ്രം ഗോവ. പോസ്റ്റ് പെയ്ഡ് ബില്ല് ന്യൂഡൽഹിയിലുള്ള ന്യൂഡൽഹിയിലുള്ള ആള് അയാളുടെ ബില്ല് ഓൺലൈൻ അടച്ചിരിക്കുകയാണ് ഗോവയിൽ വെച്ച്. മുംബൈയിലാണ് അയാൾ പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ എടുത്തിരിക്കുന്നത്. അതിന്റെ ബില്ല് അയാൾ ഗോവയിൽ വെച്ച് അടച്ചിരിക്കുകയാണ് ഓൺലൈനായിട്ട്. അങ്ങനെ വരുമ്പോൾ പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ സപ്ലയറിന്റെ ബുക്സിൽ ഇയാളുടെ അഡ്രസ് എവിടെയാണോ അതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയന്റ് ഇൻ ദ റെക്കോർഡ്സ് ഓഫ് ദി സപ്ലയർ. ബില്ല് പ്രകാരം റെസിപ്പിയന്റിന്റെ ലൊക്കേഷൻ ഏതാണോ അതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. മിസ്റ്റർ സി പൂനെ പർച്ചേസസ് എ പ്രീപെയ്ഡ് കാർഡ് ഫ്രം എ സെല്ലിംഗ് ഏജന്റ് ഇൻ മുംബൈ. പ്രീപെയ്ഡ് കൂപ്പൺ മേടിക്കുകയാണ് മുംബൈയിലുള്ള സെല്ലിംഗ് ഏജന്റിൽ നിന്ന്. സോ ആ സെല്ലിംഗ് ഏജന്റിന്റെ ലൊക്കേഷൻ ഏതാണോ അതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ, അതായത് മുംബൈ. ഡൗട്ട് ഉണ്ടോ ഗൈസ്? ക്ലിയർ അല്ലേ? ഓക്കെ. എല്ലാവരും അനഘ, അനന്തു പറഞ്ഞേ വേഗം പറഞ്ഞേ. AB Limited located in Chennai is providing taxable services to ML Limited. AB Limited ചെന്നൈയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആളാണ്. അയാൾ ടാക്സബിൾ സർവീസുകൾ ML ലിമിറ്റഡിന് പ്രൊവൈഡ് ചെയ്യുന്നു. ML Limited who is registered in Chennai and is located in SES, Special Economic Zone. Hello. AB Limited ചെന്നൈയിലുള്ള ആളാണ്. അയാൾ ടാക്സബിൾ സർവീസുകൾ ML ലിമിറ്റഡിന് പ്രൊവൈഡ് ചെയ്യാണ്. ഹു ഈസ് രജിസ്റ്റേർഡ് ഇൻ ചെന്നൈ ആൻഡ് ഈസ് ലൊക്കേറ്റഡ് ഇൻ SES. അയാൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ചെന്നൈയിലാണ്, പക്ഷെ അയാൾ ഇപ്പോൾ എവിടെ ഉള്ളത്? സ്പെഷ്യൽ എക്കണോമിക് സോണിലാണ് ഉള്ളത്. ഡിറ്റർമിൻ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ്. The above case falls within the purview of Section 12, Subsection 2, Clause A and Section 8, Subsection 1 of IGST Act. Okay. Answer നോക്കാം. Supply of goods to or by a special economic zone. Supply of goods to or by a special economic zone developer or a special economic zone unit. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്പെഷ്യൽ എക്കണോമിക് സോണിൽ നിന്നും അല്ലെങ്കിൽ സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്ക് നമ്മളൊരു സപ്ലൈ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഇൻട്രാ അല്ല ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. സ്പെഷ്യൽ എക്കണോമിക് സോണിൽ നിന്ന് സപ്ലൈ നടക്കുന്നു അല്ലെങ്കിൽ സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്ക് നമ്മൾ സപ്ലൈ നടത്തും. രണ്ടും ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. Hence, even though it is an intra-state supply, it will be treated as an interstate supply as ML Limited is located in SES. അതാണ് അതിന്റെ ആദ്യത്തെ ആൻസർ കേട്ടോ. അങ്ങനെ വരുമ്പോ ഇതിന്റെ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ചെന്നൈയിലായിരിക്കും. ആരാണോ ആ സർവീസ് പ്രൊവൈഡ് ചെയ്തത് അവരുടെ സ്ഥലം. ഓക്കെ. ആരാണോ സർവീസ് പ്രൊവൈഡ് ചെയ്തത് അവരുടെ സ്ഥലമായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. എങ്ങോട്ടേക്ക് കയറ്റി അയക്കുമ്പോൾ സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്ക് അല്ലെങ്കിൽ സ്പെഷ്യൽ എക്കണോമിക് സോൺ ഡെവലപ്പർ അല്ലെങ്കിൽ സോൺ യൂണിറ്റിലേക്ക് നമ്മൾ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ നടത്തുമ്പോൾ
സപ്ലയറിന്റെ ലൊക്കേഷൻ എവിടെയാണോ അതായിരിക്കും പ്ലേസ്മെന്റ്. പ്രത്യേകമായിട്ട് ഓർത്തിരിക്കും. ഓക്കെ. ഓക്കെ, അപ്പൊ ബാക്കി എക്സാമ്പിൾസ് നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക. 2-3 കൂടെ ഉള്ളൂ. അത് നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളാം കേട്ടോ. അത് നിങ്ങൾക്ക് വിട്ടേക്കാം. അപ്പൊ നമ്മുടെ പ്ലേസ് ഓഫ് സപ്ലൈയുടെ ആ ഒരു സെഷൻ കംപ്ലീറ്റ് ആവുകയാണ്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് വാല്യൂ ഓഫ് സപ്ലൈയുടെ ക്ലാസ് നെക്സ്റ്റ് സാറ്റർഡേ സൺഡേ ആയിരിക്കും ഉണ്ടാവുക. ഈ ഒരു വീക്ക് കുറച്ച് തിരക്കാണ്, അതുകൊണ്ടാണ്. വാല്യൂ ഓഫ് സപ്ലൈ നമ്മൾ അടുത്ത് ആ ഒരു 2 ദിവസത്തിൽ കംപ്ലീറ്റ് ചെയ്യും. ശനി ഞായർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഈ ബാക്കിയുള്ള എക്സാമ്പിൾസിന്റെ ആൻസർ എനിക്ക് അയച്ചോളൂ, ചെയ്തിട്ട് എനിക്ക് അയച്ചോളൂ. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കും. ഓക്കെ, ചോദിക്കണം. ഓക്കെ ആണല്ലോ? ശരി, താങ്ക് യു.